കൺസിസ്റ്റ് എന്ന വാക്കിന്റെ കൂടെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഓഫ് എന്ന പ്രിപ്പോസിഷൻ ആണ്. എന്നാൽ ചില സമയങ്ങളിൽ ഈ ഓഫിന് പകരം ഇൻ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യാറുണ്ട്. അത് എപ്പോഴൊക്കെയാണെന്നോ, മെയ്ഡപ്പ് ഓഫ്, രൂപീകരിച്ചിരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ കൺസിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓഫ് എഴുതണം. അതായത് തന്നിരിക്കുന്ന സെന്റൻസിൽ മെമ്പേഴ്സിനെ, അംഗങ്ങളെ സൂചിപ്പിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഫിസിക്കൽ കമ്പോണൻസ്, പാർട്ട്, എന്തെങ്കിലും ഭാഗങ്ങളെ സൂചിപ്പിക്കുക, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൺസിസ്റ്റ് ഓഫ് ആയിരിക്കണം എഴുതേണ്ടത്. എന്നാൽ കൺസിസ്റ്റ് എന്ന് പറയുന്ന വേർഡ് ഒരു ക്വാളിറ്റി, ഗുണത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇൻ എന്ന പ്രിപ്പോസിഷൻ എഴുതണം. അതായത് കൺസിസ്റ്റ് ഇൻ എന്നുള്ളത് ഒരു അബ്സ്ട്രാക്ട് നൗണിന്റെ കൂടെ ആയിരിക്കും എഴുതുന്നത്. അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുമ്പോൾ സാധാരണ ഒന്നിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ആശയം, ഐഡിയയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ കൺസിസ്റ്റ് ഓഫിന് ശേഷം ഒന്നുകിൽ മെമ്പേഴ്സ് വരാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഫിസിക്കൽ കമ്പോണൻസോ പാർട്ടോ വരാം. കൺസിസ്റ്റ് ഇന്നിന് ശേഷം എന്തിന്റെയെങ്കിലും ക്വാളിറ്റി, ഗുണം വരാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആശയം വരാം. ദ ടീം കൺസിസ്റ്റ് ഡാഷ് 10 പ്ലേയേഴ്സ്. ഇവിടെ ടീമിൽ അടങ്ങിയിരിക്കുന്ന മെമ്പേഴ്സിനെ സൂചിപ്പിക്കും. മെമ്പേഴ്സിനെ സൂചിപ്പിച്ചാൽ കൺസിസ്റ്റ് ഓഫ്. ഹിസ് സ്ട്രെങ്ത് കൺസിസ്റ്റ് ഡാഷ് ഹിസ് ഓണസ്റ്റി. ഓണസ്റ്റി എന്നുള്ളത് ഒരു അബ്സ്ട്രാക്ട് നൗൺ ആണ്, സത്യസന്ധത, ഒരു ക്വാളിറ്റിയെ സൂചിപ്പിക്കുന്നു. ക്വാളിറ്റി വന്നു കഴിഞ്ഞാൽ കൺസിസ്റ്റ് ഇൻ. ദ ബൊക്കെ കൺസിസ്റ്റ് ഡാഷ് റോസസ് ആൻഡ് ലില്ലീസ്. ഇവിടെ ബൊക്കെ നിർമ്മിച്ചിരിക്കുന്ന റോസസ്, ലില്ലീസ്, ഈ പൂക്കളെ കുറിച്ച് പറയുന്നു. അതായത് ഇതിന്റെ കമ്പോണൻസ്, പാർട്ടിനെ കുറിച്ച് പറയുന്നു. പാർട്ട് വന്നു കഴിഞ്ഞാൽ കൺസിസ്റ്റ് ഓഫ്. സക്സസ് കൺസിസ്റ്റ് ഡാഷ് ഹാർഡ് വർക്ക്. ഹാർഡ് വർക്ക് എന്നുള്ളത് ഒരു ഗുണമാണ്. ഗുണം വന്നു കഴിഞ്ഞാൽ, ഒരു ക്വാളിറ്റി വന്നു കഴിഞ്ഞാൽ കൺസിസ്റ്റ് ഇൻ.